ഡ്യൂഡ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന RS കൊണ്ടുവന്ന് പുതിയതായിട്ട് ഒരു അണ്ടർബെല്ലി സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസൈൻ എന്ന് പറയണതും കുറേ വണ്ടികളിലൊക്കെ ചെയ്തിട്ടുള്ള ഡിസൈനാണ്. ഇപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ അത് നമ്മൾ മേടിക്കുന്ന സമയത്ത് ആദ്യം ഇതൊരു യെല്ലോ കളറായിട്ട് പെയിൻറ്റൊന്നും ഇല്ലാണ്ടാണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമുക്കിത് പെയിൻ്റൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ വർക്ക് നമ്മൾക്ക് പുതിയതായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം പൈസയാവും, പിന്നെ കുറേ ടൈം കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു വണ്ടിയും ചെയ്തത് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് അവരിങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കിട്ടുന്നത് ചെയ്യും, അതേപോലെ തന്നെ അധികം പൈസയാവില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു വണ്ടിയിൽ ചെയ്തത് നേരെ ഡയറക്റ്റായിട്ട് സ്റ്റിക്കർ ചെയ്ത് നേരെ ഇതിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തിയിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല, ഒക്കെ കോപ്പി തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു സാധനം ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്കായിട്ട് വരുന്ന അണ്ടർബെല്ലി നമ്മൾ അയച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, സ്റ്റെപ്പൊന്നുമില്ല, ജസ്റ്റ് ഈ ബോൾട്ടുകളൊക്കെ ഒന്ന് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊരെടുക്കാൻ പറ്റും. അപ്പം നമ്മളത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് മേടിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കറക്റ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അളവൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മളിത് ഗ്രൈൻഡ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കണം സൈഡൊക്കെ ഒന്ന്, അപ്പോഴത് പക്കയായിട്ട് സെറ്റ് ആവുള്ളൂ. അതിനുശേഷം നമ്മളിതിൻ്റെ സ്റ്റോക്ക് ബോട്ടുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്തേക്കണം. പിന്നെ അതിങ്ങനെ ഗ്ലോസ് ചെയ്യുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് ബോട്ടുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ബോട്ടാക്കിയിട്ടുണ്ട്. അത് ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ അധികം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് തള്ളി നിൽക്കണമെന്നില്ല. നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റായി ഇങ്ങനെ ഒരു വാഷൊക്കെ ഇട്ട് ഇങ്ങനെ കറക്റ്റ് നല്ല പക്കയായിട്ട് ഇങ്ങനെ സെറ്റായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ ഏകദേശം ഒരു കുറച്ച് ടൈറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതേപോലെ കുറച്ച് ഹാഫ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോൾട്ടുകളൊക്കെ ഒന്ന്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഹാഫ് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒരു വയർ ടൈ വെച്ചിട്ട് നമ്മൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വയർ ടൈയാണ്. എന്തെങ്കിലും ബ്ലാക്ക് ടൈ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് വൈറ്റ് ടൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നല്ല പക്കയായിട്ട് ഇങ്ങനെ ക്ലോസ് ആവും. പക്ഷേ ഞാൻ എന്തോ ആ സമയത്ത് ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ഉള്ളിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ആവില്ല, പക്ഷേ രണ്ടും ഒരു ഗ്യാപ്പിലാണ് ക്ലോസ് ആവുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒന്നുകൂടി ഉള്ളിൽ കയറി ഒന്ന് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണോ ഫിറ്റ് ചെയ്തതിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് ഒന്നുകൂടി അയച്ച് ഫിറ്റ് ചെയ്താൽ ചിലപ്പോൾ കറക്റ്റ് പക്കയായിട്ടിരിക്കും. ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഈ ടൈയൊക്കെ ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് ബ്ലാക്ക് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊന്ന് അമർത്തുക. നമുക്ക് പുതിയ മോട്ടിവേഷൻ വീഡിയോസൊക്കെ നമുക്ക് ഇനി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അണ്ടർബെല്ലി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ